കൂടെ പുഴയിലേക്ക് ഇറങ്ങി വരട്ടെ? അയ്യോ വേണ്ട കുഞ്ഞിക്കുട്ട, ഈ പുഴയിൽ ചെറിയ ചെറിയ പാറക്കിടങ്ങുകളുണ്ട്. അതിനകത്തെങ്ങാനും നിന്റെ കാല് കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെടുത്താനേ പറ്റില്ല. ഈ അമ്മയ്ക്ക് എന്തൊരു പേടിയാ. എനിക്ക് ഒരപകടവും സംഭവിക്കില്ല അമ്മേ. ഞാൻ ഇറങ്ങുവാ. ആനക്കുട്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് അമ്മ പറയുന്ന അനുസരിച്ച് അനുസരിച്ചോളാമീ. എല്ലാവർക്കും അവരവരുടെ കാര്യം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ആനക്കുട്ട, എന്തോ ആനക്കുട്ടൻ എന്നെ മനസ്സിലായോ? ഇല്ല, ആരാണാവോ? അത് ശരി, വിളിച്ചത് ആരാണെന്ന് മനസ്സിലാവാതെയാണോ എന്തോന്ന് വിളി കേട്ടത്? വിളിച്ചത് ആരായാലും വിളിച്ചത് എന്നെയാണല്ലോ, അതുകൊണ്ട് വിളി കേട്ടതാണേ. എന്താ, വിളി കേൾക്കണ്ടായിരുന്നോ? കേൾക്കണം. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. പറ. ആനക്കുട്ടൻ ആളൊരു പുലിയാ, ശരിക്കും. പുലിയോ? ഞാനോ? അയ്യേ, എന്നെ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നണേ? ഞാനൊരു പാവം ആനക്കുട്ടിയാണേ. ആയിരിക്കാം, പക്ഷേ കഴിവിൽ നീ ഒരു പുലിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? പക്ഷെ എന്റെ കൂട്ടത്തിലുള്ളവരോ എന്റെ അമ്മയോ ഒന്നും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ പലർക്കും മടിയാണ്. കഴിവുള്ളവരെ ആരും മനസ്സിലാക്കില്ല. അത് ശരിയാ. ഈ പുഴയിൽ ഞാനും ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ അനുവദിച്ചില്ല. എനിക്ക് അപകടം സംഭവിക്കുക എന്നാണ് അവര് പറയുന്നത്. എന്നാൽ ആനക്കുട്ടനോട് ഞാനൊരു സത്യം പറയട്ടെ. ഈ പുഴയിലെ വെള്ളത്തിന് നല്ല ഉപ്പുരസമുണ്ട്. ആ വെള്ളം ധാരാളം കുടിച്ചാൽ ആനകൾക്ക് മത്ത് പിടിക്കും. അങ്ങനെ മത്ത് പിടിച്ച് രസിച്ച് നടക്കുന്നത് ആനകൾക്കൊരു രസമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പോലെ എനിക്കും ആനന്ദിച്ച് ആടിപ്പാടി രസിച്ച് നടക്കണം. ഈ പുഴയിൽ ഇറങ്ങാൻ നീ എന്നെ ഒന്ന് സഹായിക്കുമോ? അയ്യോ, ഞാനില്ലേ. പുഴയിൽ ഇറങ്ങാൻ ഞാൻ നിന്നെ സഹായിച്ചാൽ നിന്റെ വീട്ടുകാരെന്നെ പഞ്ഞിക്കിടും. വെള്ളത്തിലിറങ്ങാതെ ഈ കാട്ടിലൂടെ അടിച്ചു പൊളിച്ച് നടക്കാനാണെങ്കിൽ ഞാൻ റെഡി. എന്താ, നീ റെഡിയാണോ? ഞാൻ റെഡിയാ. എന്തായാലും എനിക്കും ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. പിന്നൊരു കാര്യം, എന്നെ നിന്റെ പുറത്ത് കയറ്റണം. എന്താ, സമ്മതമാണോ? ഓക്കെ, സമ്മതം. എന്നാൽ ആ തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി അടിച്ച് കേറി വാ ആനക്കുട്ടാ. തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഹൈ, തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന.
ചിരിച്ച് തുള്ളിച്ചാടി തിമിർത്ത് കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ, കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ. തുമ്പിക്കൈയും വീശി കുഞ്ഞിവാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ, ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ. അയ്യോ രക്ഷിക്കണേ, അയ്യോ. അയ്യോ അയ്യോ രക്ഷിക്കണേ. ആനക്കുട്ട, ഞാനീ മരക്കൊമ്പത്തുണ്ട്. അയ്യോ, ആനക്കുട്ടൻ കുഴിയിൽ വീണല്ലോ. കുരങ്ങനുണ്ണി, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാനിപ്പോ എവിടെയാണ്? പക്ഷെ നീ ഇപ്പൊ ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേ കുരങ്ങനുണ്ണി, എന്നെ എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്ന് ഒന്ന് കയറ്റൂ. അത് ഈ കൊരങ്ങൻ വിചാരിച്ചാൽ നടക്കില്ല. ആനക്കുട്ട, നിന്നെ കയറ്റാൻ മനുഷ്യർക്ക് മാത്രമേ ഇനി കഴിയൂ. കുരങ്ങനുണ്ണി, വേഗം ചെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ രക്ഷിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. മനുഷ്യർ വന്ന് നിന്നെ രക്ഷിച്ചാലും നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ അതെന്താ? കുഴിയിൽ വീണ ആനകളെ മനുഷ്യർ കരയിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകും. അതെന്തിന്? പണിയെടുപ്പിക്കാൻ. അയ്യോ, മനുഷ്യർ ഇവിടെ വരുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ പറഞ്ഞതനുസരിച്ച് ആ പുഴയുടെ കരയിൽ നിന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആനക്കുട്ട, ഞാൻ എത്ര ശ്രമിച്ചാലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എത്രയും വേഗം ചെന്ന് എന്റെ അമ്മയെ വിവരം അറിയിക്കാം. എന്നാ വേഗം ചെല്ല്. ആ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. ഒരു കുട്ടിയാനയാണല്ലോ കുഴിയിൽ വീണിരിക്കുന്നത്. അയ്യോ അമ്മേ, അമ്മേ. പാവം, വല്ലാതെ പേടിച്ചിട്ടുണ്ട്. പേടിക്കണ്ട ആനക്കുട്ട, നിന്നെ ഞങ്ങൾ ഇപ്പോ തന്നെ കയറ്റി വിട്ടേക്കാം. കാണാതായ കുട്ടിയാനയെ തിരക്കി കാട്ടാനക്കൂട്ടം ഒച്ചവെച്ച് വരുന്നുണ്ടല്ലോ. എന്നോട് ക്ഷമിക്കും അമ്മേ. അമ്മ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അമ്മയുടെ അനുവാദം ഇല്ലാതെ ഒരിടത്തേക്ക് ഞാൻ പോകില്ല. തക്ക സമയത്ത് ഫോറസ്റ്റുകാർ വന്നതുകൊണ്ട് ആനക്കുട്ടൻ രക്ഷപ്പെട്ടു. അതെ, പാവ ആനക്കുട്ടൻ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ. കുഞ്ഞിക്കാട് സുന്ദരമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു. ചെറിയ മലകളും പുഴകളും നിറഞ്ഞൊരു കാട്. ചെറിയ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി അവിടെ ജീവിച്ചു.
എന്നാൽ കിട്ടുകുരങ്ങൻ മാത്രം അവസരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും ഓരോരോ കൗശലങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ, ഉറക്കവും പോയി. ഇനി എന്ത് ചെയ്യും? വിശപ്പും തുടങ്ങി. ആരെങ്കിലും ഒക്കെ പറ്റിച്ച് മേലനങ്ങാതെ ഭക്ഷണം തരപ്പെടുത്തണം. വീണ കിട്ടുവിന്റെ കാലിൽ ഒരു മുള്ളു കുത്തിക്കയറി. അയ്യോ അയ്യോ, എന്റെ കാലേ! ജാട പച്ചയായ ജാട പുച്ചമാണ് പോട. കിട്ടു കൊള്ളാലോ, രാവിലെ തന്നെ നീ തലയും കുത്തി വീണോ? മിക്കുവിന്റെ ആ ചോദ്യവും ചിരിയും കിട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവന് അങ്ങനെ വിട്ടാ പറ്റില്ല, പണി അവന് തന്നെ കൊടുക്കാം. ഒന്നും പറയണ്ട മിക്കു, വീണത് മാത്രമോ, ദാ കണ്ടോ, ഒരു വലിയ മുള്ള് എന്റെ കാലിൽ തറച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. കിട്ടുവിന്റെ കിടപ്പ് കണ്ട് മിക്കുവിന് പാവം തോന്നി. പോട്ടെ, സാരമില്ല കിട്ടു, ഈ മുള്ള് ഞാൻ എടുത്തു തരാം. മിക്കു പതുക്കെ എടുക്കണേ. ഞാൻ ചെറിയൊരു ഡോക്ടറാണ് കിട്ടു, ഇതിപ്പോ ശരിയാക്കി തരാം. ഡോക്ടർ പോലും. നിന്റെ പണി ഇന്ന് ഞാൻ പൂട്ടിക്കുമടാ. മോനെ, നീ ഹാപ്പി അല്ലേ? ഇവന്റെ കാലിൽ കൊണ്ട മുള്ളു പോയില്ലേ? ഇനിയും ഉണ്ടോ? കാലീന്ന് വിടടാ, എനിക്കെന്റെ മുള്ളുതാ. മുള്ളോ? അതല്ലേ എടുത്ത് കളഞ്ഞത്. അതൊരു വെറും മുള്ളല്ല, നല്ല വിലയുള്ള മുള്ളാണ്. ഞാൻ ആ മുള്ള ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ അതെന്റെ കാലി കുത്തി കേറിയത്. അത് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞല്ലോ, അതിന് കിട്ടില്ല. നീ എനിക്കത് തന്നില്ലെങ്കിൽ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഞാൻ പരാതി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ രാജാവൻ എന്നെ നോട്ടം ഇട്ടിരിക്കുക. അയ്യോ കിട്ടു, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്ത് വേണേലും തരാം. വേറെ എന്ത് വേണേലും തരുമോ? എന്ന് വെച്ചാൽ നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നല്ല ക്യാരറ്റ് തരാം. തൽക്കാലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ ഇവിടെ നിന്നൊന്ന് പൊക്കിയെടുക്ക്. അങ്ങനെ മിക്കു കിട്ടുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. ഈ രണ്ടെണ്ണം കൊണ്ട് എന്താവാൻ? എന്റെ കാലിലെ വേദന കാരണം ഇന്നിനി പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. എന്റെ വിശപ്പടക്കം ഇത് പോരാ. മിക്കു കൊടുത്ത ക്യാരറ്റുമായി കിട്ടു നടന്നു നീങ്ങി. കാലത്ത് തന്നെ ഒരുത്തനെ പറ്റിച്ച ഫുഡും കിട്ടി. അടിപൊളി, ഇതൊരു പതിവാക്കാം. കിട്ടു, രാവിലെ തന്നെ ഈ ക്യാരറ്റും കൊണ്ട് എങ്ങോട്ടാണ്? ദാ വന്നല്ല. തേടിയ വള്ളി കാലി ചുറ്റി. അടുത്ത പണി എവന് തന്നെ കൊടുക്കാം. കരടിച്ചേട്ടാ, സുഖാണോ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യാമോ? പിന്നെന്താ, കിട്ടുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മൾ പണ്ടേ കൂട്ടുകാരല്ലേ. ഈ ക്യാരറ്റ് മുഴുവൻ തിന്നണോ? തിന്നാം. ഏയ്, അത് വേണ്ട. ഈ ക്യാരറ്റ് കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്ക്. ഇത് ഇപ്പൊ കഴിക്കാൻ സമയമില്ല, എനിക്കൊരിടം വരെ പോകാനുണ്ട്. പോയി വന്നിട്ട് ഞാൻ ഇതെടുത്തോളാം. അതിനെന്താ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കിട്ടു, പോയിട്ട് വാ. ഇന്ന് ഇതിൽ നിറച്ച് തേൻ കൊണ്ടുവരണം. ചെല്ല് ചെല്ല്, കുടം നിറച്ച് തേൻ കൊണ്ടുവാ.
പാണ്ഡൻ കരടി അവിടെ നിന്ന് പോയ തക്കത്തിന് മിട്ടു പാണ്ഡന്റെ വീട്ടിൽ കയറി ക്യാരറ്റ് മുഴുവൻ എടുത്തു കഴിച്ചു. ഇവിടെ ആരുമില്ലേ? പാണ്ഡനെ കണ്ടതും കിട്ടു ക്ഷീണം അഭിനയിച്ച് താഴെയിരുന്നു. ഓ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കുറെ നോക്കി നടന്നു. ഒന്നും കിട്ടിയില്ല. എന്തൊരു ക്ഷീണം. ഓ, സാരമില്ല. പാണ്ഡൻ ചേട്ടാ, ആ ക്യാരറ്റ് ഇങ്ങെടുത്തേ, അതേലും കഴിച്ച് വിശപ്പടക്കാം. അയ്യോ അയ്യോ, കിട്ടു, ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതാരോ കട്ടെടുത്തു. കാണുന്നില്ലേ? പാണ്ഡൻ ചേട്ടാ, നീ തന്നെ അല്ലേ അതെടുത്ത് ചാപ്പിട്ടത്? കിട്ടു, കള്ളത്തരം പറയരുത്. നിന്റെ ക്യാരറ്റ് എനിക്കെന്തിനാ? എങ്കിൽ പിന്നെ അതെവിടെ? ഞാൻ ഇതിപ്പോ പോയി സിംഹരാജാവിനോട് പറയും. കിട്ടു, നീ ഒന്ന് അടങ്ങ്. സിംഹരാജാവിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ വിശപ്പല്ലേ പ്രശ്നം, അത് ഞാൻ മാറ്റിത്തരാം. ഗുഹയ്ക്കകത്തേക്ക് പോയ പാണ്ഡൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. ദാ, നല്ല ഒന്നാം തരം തേനാണ്. ഇത് കുടിച്ചാ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ ചെറിയ പാത്രത്തിൽ കുടിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. തൽക്കാലം ഇത് മതി. കരടിയം പറ്റിച്ച് മുയലിനെയും പറ്റിച്ച് വയറും നിറഞ്ഞ് ഹാലസ. ഇതെന്താ ഇവൻ ഞൊണ്ടി നടക്കുന്നത്? ഒരു കുടവുമുണ്ടല്ലോ. ഇവൻ പണ്ടേ ആള് ശരിയല്ല. എന്തായാലും ഒന്ന് ചോദിച്ചു കളയാം. ഹലോ കിട്ടോ, ആ കുടത്തിലെന്താ? എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കുറുക്കച്ച. ഇത് കുറച്ച് തേനാണ്. എനിക്കാണേൽ കാലിന് മുള്ളും കുത്തിയിട്ട് ഭയങ്കര വേദന. ഇതൊന്ന് നിന്റെ വീട്ടിൽ വെക്കാമോ? ഞാൻ നാളെ രാവിലെ തന്നെ വന്നെടുത്തോളാം. ഓ, അത് ശരി. കുറുക്കൻ കിട്ടുവിന്റെ കയ്യിൽ നിന്ന് തേൻകുടം വാങ്ങി തന്റെ വീട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടു, നിന്റെ കുടം ആരും എടുക്കാതിരിക്കാൻ ഞാനൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി. താക്കോല് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലോ? അതുകൊണ്ട് നീ പെട്ടി പൂട്ടണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കുറുക്കന് കാര്യം പിടികിട്ടി. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാകില്ല. ശരി. കിട്ടു പോയുടൻ കുറുക്കൻ ആ തേൻ മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് കുടത്തിനുള്ളിലേക്ക് ഒരു ഞണ്ടിനെ ഇട്ടു. അത് ആ പെട്ടിക്കുള്ളിൽ വച്ചു. എന്നിട്ടവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ 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 കിട്ടു, നീ ഈ ചതി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നീ പാവപ്പെട്ട മൃഗങ്ങളെ ഇനിയും ഉപദ്രവിക്കും. ഞണ്ടിന്റെ കടിയേറ്റ കിട്ടുകുരങ്ങൻ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ ചട്ടുക്കുരങ്ങനും ഇത്തിക്കുരുവിയും ഒരുമിച്ച് കുറുക്കന്റെ കല്യാണം കൂടാനായി പോകുകയായിരുന്നു. ചങ്ങാതി, നമ്മൾ ചെല്ലുമ്പോഴേക്കും പരിപാടി കഴിയുമോ?
എന്റെ പൊന്നിത്തി, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ. അതല്ല ചട്ടു, കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന് ഗ്രാമത്തിൽ നിന്ന് പോലും നിറയെ പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. അതെയോ, ഞാനതൊന്നും അറിഞ്ഞില്ല. മയിലമ്മയുടെ നൃത്തമുണ്ടെന്ന് ഞാൻ കേട്ടു. ആണോ? ആഹാ, ഗംഭീര പരിപാടിയൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ കരടി മാഷ് പറയുന്നത് കേട്ടു, കുയിലമ്മയുടെ ഗാനമേളയും കുറുക്കൻ ചേട്ടൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. വേഗം പോവാം. അങ്ങനെ ഇരുവരും വളരെ വേഗത്തിൽ നടക്കുമ്പോൾ ഇത്തിക്കുരുവി ഒരു കാഴ്ച കണ്ടു. ചങ്ങാതി ചങ്ങാതി ചങ്ങാതി, ദേ ഒന്ന് നോക്കിയേ. അത് നമ്മുടെ ചിക്കു അല്ലേ? അതെ അതെ, നമ്മുടെ കുറുമ്പൻ തന്നെ. ചിക്കു കാണാതെ പോകാം, കണ്ടാ കുഴപ്പമാകും. ഇവനിത് എവിടെ പോയി? എന്റെ കൈ കിട്ടിയ ഞാൻ ശരിയാക്കും. ഹേയ് കുരങ്ങൻ ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ഒന്നിങ്ങ് വാ. ചോദിക്കട്ടെ, ചിക്കു അല്ലേ വിളിക്കുന്നത്? ഓ, ചിക്കു നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും ചട്ടു? അറിയില്ല, പോയി നോക്കാം. പോയില്ലേ പിന്നെ നമ്മളെ ഈ വഴി നടത്തില്ല. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇന്നാളീ കുഞ്ഞിനുറുമ്പിത് എവിടെ പോയി? എന്താ ചിക്കു വിളിച്ചത്? ഓ അതോ, നിങ്ങൾ രണ്ടും കൂടി എങ്ങോട്ടോ പോകുവാണല്ലോ. എവിടേക്കാ? അത് നമ്മുടെ കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന്. നീ എന്തിനാ സത്യം പറഞ്ഞത്? അയ്യോ അല്ല ചിക്കു, പറഞ്ഞപ്പോ തെറ്റിയതാ. ഞങ്ങൾ തവള വൈദ്യന്റെ അടുത്തേക്കാ പോകുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണെന്നുള്ള കാര്യം കുരുവിച്ചേച്ചിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ചിക്കു, ഞാൻ സത്യമാ പറഞ്ഞത്. ഇനി ഒന്നും പറയണ്ട, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. വാ പോകാം. അങ്ങനെ വരാനൊന്നും പറ്റില്ല ചിക്കു. നീ ആദ്യം അച്ഛനോട് അനുവാദം വാങ്ങി വാ. അതൊക്കെ പിന്നെയാകാം. വാ പോകാം. ഞാനിപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ തിരിച്ചു വരും. നിന്നെ കണ്ടുപിടിച്ചാൽ നിന്റെ കഷ്ടകാലമാണ്. അല്ല ചിക്കു, നീ ആരോടായി മിണ്ടുന്നേ? ഓ അതോ, അതൊരു കുഞ്ഞനുറുമ്പ്. ഉറുമ്പോ? ഉറുമ്പ് ചിക്കുനെ എന്ത് ചെയ്തു? അതോ, ഞാനിവിടെ വെറുതെ നിന്ന് വരുന്നവരുടെ നേരെ കല്ലെറിയായിരുന്നു. അപ്പൊ ഉണ്ടല്ലോ, ഒരു ഉറുമ്പ് എന്നെ ഓടിക്കടി. എനിക്ക് ദേഷ്യം വന്നു. അതിനിപ്പോൾ നീ എന്താ ചെയ്യുന്നേ? അവനെ കണ്ടെത്തി ദൂരേക്കൊരു ഏറ് കൊടുക്കണം. എന്നെ പേടിച്ച് എവിടെയോ ഒളിഞ്ഞിരിക്കുക. മിണ്ടല്ലേ. ആ ശരി ശരി, നമുക്ക് പോയേക്കാം. വാ. അങ്ങനെ ചിക്കുവിനെയും കൂട്ടി ചട്ടുകുരുങ്ങനും ഇത്തിക്കുരുവിയും കൂടി പോകുന്നത് കുഞ്ഞനുറുമ്പ് നോക്കി നിന്നു. ഹോ, രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ശക്തിശാലിയാണ്. അറിയാം. എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? നീയല്ലേ ചിക്കു ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് അത്ര വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. ഞാൻ തെളിയിക്കാം. ഓ വേണ്ട. എങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അനുകൂലിച്ച് വേണം പറയാൻ. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കണ്ടോ കുരുവിച്ചേച്ചി എന്റെ ശക്തി? പിന്നെ കണ്ടു കണ്ടു, ഭയങ്കരം തന്നെ. ഇനിയുണ്ട്. ഇനി പിന്നെ ആവട്ടെ ചിക്കു. സമയം ഒരുപാട് വൈകി ചട്ടു. നമ്മൾ എത്തുമ്പോഴേക്കും എല്ലാം തീർന്നു കാണും. ഇനിയുള്ള വഴി ഓർക്കുമ്പോൾ പേടിയാവുന്നു.
അതെന്താ? ഈ സമയത്താണ് പുലിച്ചേട്ടൻ കറങ്ങാനിറങ്ങുന്നത്. എന്തിനാ കറങ്ങുന്നത്? ഒരിടത്ത് ഇരുന്നാ പോരെ. ചിക്കു, നീ കുഞ്ഞാ, നിനക്ക് പുലിച്ചേട്ടനെ അറിയില്ല. ഇങ്ങ് വരട്ടെ, ഞാൻ എന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ തട്ടി കളിക്കാൻ ഞാൻ എന്താ പന്താണോ? എന്തായാലും കുളത്തിൽ വീണു, എന്നാൽ ഒന്ന് കുളിച്ചേക്കാം. വരട്ടെ, പുലിയല്ല എലി വന്നാലും എനിക്ക് പേടിയില്ല. ആ സമയം ചിക്കുവിനെയും കൂട്ടുകാരെയും മരത്തിന്റെ മറവിൽ നിന്ന് ഒരു പുലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുശാലായല്ലോ ആനക്കുട്ടൻ. അവൻ തന്നെ ഇന്നത്തെ ഇര. അയ്യോ, പുലി വന്നേ, ഓടിവായോ, പുലി വന്നേ, ഓടിവായോ. എടാ മണ്ടാ, പുലി വരുന്നെന്ന് പറഞ്ഞ കേൾക്കുന്നവർ രക്ഷപ്പെടാനല്ലേ നോക്കൂ. പറഞ്ഞതുപോലെ അത് ശരിയാ. എന്റെ ഉറക്കവും കളഞ്ഞു. എന്തായാലും ഞാൻ ഉണർന്നു. ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. പുലി എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും പോകുക. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, വെറുതെ ഒന്ന്, അത്രേ ഉള്ളൂ. ഞാൻ പാവാ. ഞാനും, പക്ഷെ ഉറങ്ങുമ്പോഴാണെന്ന് മാത്രം. എന്നെ ഒരു വട്ടം വെറുതെ വിട്ടൂടെ? നിനക്ക് വേണമെങ്കിൽ ഒരവസരം തരാം. എന്റെ അവസരം? എടാ കുട്ടി, നിന്നെ ഞാൻ നഖം കൊണ്ട് ആക്രമിക്കണോ, പല്ലുകൊണ്ട് ആക്രമിക്കണോ, അതോ ഈ കിടക്കുന്ന മരക്കമ്പ് മതിയോ? കമ്പ് വെച്ച് മതി. ശരി. അയ്യോ, നിങ്ങളോ? എന്റെ മോനെ തന്നെ വേണമല്ലേ നിനക്ക് വിശപ്പ് മാറ്റാൻ? അത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞോ? ചിക്കു, നിനക്ക് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത്തിക്കുരുവി വന്ന് പറഞ്ഞില്ലായിരുന്നേൽ എന്താകുമായിരുന്നു? നീ കുഞ്ഞാണ് ചിക്കു, ഇവരെ പോലെ അല്ല. അത് നീ ഓർക്കണം. നിനക്ക് എവിടെ പോകണമെങ്കിലും എന്നോട് പറയൂ, ഞാൻ കൊണ്ടുപോകാം. എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഇനി ഞാൻ അച്ഛനോട് പറയാതെ എങ്ങും പോവില്ല. ശരി, ഞാനും വരാം. ഇനി എവിടെ പോണേലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മനസ്സിലായോ? പണ്ട് കിങ്ങിണിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. ആ പഴുത്തത് എനിക്ക്. ഇതാടാ, നീ എടുത്തോ. ഹായ്, ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം. എനിക്കും കിട്ടി വരണം. നല്ല മധുരം. ഇന്ന് ഒരുപാടായി. ശരിയാവാല, അത്തിപ്പഴത്തിന്റെ രുചി കാരണം ഞാനും ഒരുപാടങ്ങ് കഴിച്ചു.
എനിക്കും തരുമോ അത്തിപ്പഴം? നല്ല വിശപ്പുണ്ട്. മുതല പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. ഹായ്, എന്ത് രുചിയാണിതിന്! എന്തൊരു മധുരം! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാം. ആഹാ, നന്ദി സുഹൃത്തേ, എന്റെ വിശപ്പ് മാറി. ഞാൻ പൊക്കോട്ടെ? ആട്ടെ, നിന്റെ പേരെന്താണ്? മുരുക്കൻ എന്നാണ് ചങ്ങാതി. നിന്റെ പേരെന്താണ്? വാലൻകുരങ്ങൻ. ഇവൻ കണ്ണൻ, അണ്ണാരക്കണ്ണൻ. അപ്പോ ശരി ചങ്ങാതിമാരെ. ശരി ശരി. മുരുക്കൻ, പേര് കേട്ടാൽ അറിയാം ചങ്ങാത്തത്തിന് പറ്റിയ ആളല്ല. ആര് പറഞ്ഞു? പാവ മുതലച്ചാൽ. പാവമോ? അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അടുത്ത കുന്നിൻ ചെരുവിൽ പഴുത്ത് പാകമായ നല്ല വാഴപ്പഴങ്ങൾ നിൽപ്പുണ്ട്. എവിടെ? നമ്മുടെ പുല്ലാങ്കുന്നിന്റെ ചെരുവില്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല, നീ പോയി കഴിച്ചോ കണ്ണാ. ഞാൻ നിന്നെ കൊണ്ട് പോകാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയിക്കോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുക. ഓ, ആ മുരുക്കൻ മുതലയെ ആവും. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഈ പഴയ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലേടാ വാല? അങ്ങനൊന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. കിങ്ങിണിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത്. അത്തിപ്പഴത്തിന്റെ രുചിയറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും അത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരും. ഈ മുതലച്ചാരിത് എവിടെ പോയി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മടുത്തോ കൂട്ടുകാരാ? പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി, ഞാൻ എത്തിയല്ലോ. ഹായ്, എന്തൊരു രുചിയാണ്! കഴിച്ചോ കഴിച്ചോ, നീ തരാനേ. എന്തൊരു രുചിയാണ്! ഹായ്, ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം. അതെന്തേ, വീട്ടിലിരുന്ന് കഴിക്കാനാണോ? അല്ല ചങ്ങാതി, എന്റെ ഭാര്യ നീലിക്കാണ്. ഓഹോ, അതിനെന്താണ്? ഒന്നല്ല 2 കുല അത്തിപ്പഴം തന്നേക്കാം, പോരെ? വളരെ നന്ദി സുഹൃത്തേ. വാലൻകുരങ്ങനുണ്ടല്ലോ, 2 കുല അത്തിപ്പഴം വെറുത്ത് മുതലച്ചാർക്ക് കൊടുത്തു. അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് മുരുക്കൻ തിരികെ പോയി. നീലി, ദേ നോക്ക്, നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന്. അത്തിപ്പഴം കഴിച്ചു നോക്ക്.
എന്ത് രുചിയാണ് ഈ പഴത്തിന്. ഓ, അതെ അതെ, എന്റെ ചങ്ങാതി തന്നതാണ്. വാലൻ കുരങ്ങൻ. അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത്. ഹോ, ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ്. ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും. നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. നീലി, അവൻ എന്റെ ചങ്ങാതിയാണ്. അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ല, അത് ഞാൻ ഇങ്ങനെ. നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം? ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു. കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം. ചങ്ങാതി, വാലാ. ഇതാര്? മുതലച്ചാര? എന്തേ, അത്തിപ്പഴം തികഞ്ഞില്ലേ? അതല്ല ചങ്ങാതി, വാ പുറപ്പെടാം. പുറപ്പെടാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് തന്നെ. എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല. ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിപ്പോ നിനക്കായി ഒരു ഗംഭീരൻ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പായസമുണ്ടോ? എല്ലാം ഉണ്ടെന്നേ. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹായ്. അയ്യോ, അതെങ്ങനെ പോകും? ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്തലറിയില്ലല്ലോ. നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം. അത് കൊള്ളാലോ. ഹായ്, വെള്ളത്തിന് മീതെ ഒരു സവാരിയും പായസം കൂട്ടി ഒരു സദ്യയും. അതെ അതെ. അങ്ങനെ വാലൻകുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാര് പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി. പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോ മുരുക്കൻ മുതല ശരിക്കുള്ള സത്യം പറഞ്ഞു. എടാ കുരങ്ങ, നിനക്കിന്ന് സദ്യയില്ല. നീയാണ് ഇന്നത്തെ സദ്യ. എന്തെന്നാ മുതലച്ചാരെ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല. പിന്നെ? എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി. അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ച് തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. അയ്യോ, മുതലച്ചാർക്ക് ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ദേ നോക്കിയേ, ഇത്രയധികം അത്തിപ്പഴം ഞാൻ പറിച്ചതുപോലും മുതലച്ചാരുടെ ഭാര്യ നീലിക്ക് സമ്മാനം കൊടുക്കാനല്ലേ. കൗശലമേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, എന്റെ ഹൃദയം മുതലച്ചാരുടെ ഭാര്യക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്തു പക്ഷേ? ആരും എടുക്കാതിരിക്കാൻ ഞാൻ എന്റെ ഹൃദയം അത്തിമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു. ഇനിയിപ്പോ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? നമുക്ക് തിരികെ പോയി എടുത്തോണ്ട് വരാം. എടാ ദുഷ്ട മുരുക്ക, നീ എന്റെ ചങ്ങാതിയല്ല, ചതിയനാണ്. എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക്? കുരങ്ങ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തുകൊണ്ട് വാ. എടാ മണ്ടച്ചാരെ, ഹൃദയമില്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റുമോ? എടാ മണ്ട. അത് ചങ്ങാതി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല,
എനിക്കിങ്ങനെ ഒരു ചതിയാൻ ചങ്ങാതിയും വേണ്ട. പൊക്കോ. പിന്നീട് ഒരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തി ഇക്കര വന്നിട്ടില്ല. ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിഞ്ഞു.